ശ്രീ അബിൻ വർക്കി, ഇവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇയാളെങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾ അക്രമവാസനയിലേക്ക് വരുന്നു, ലഹരിക്ക് അടിമകളാകുന്നു, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൊടും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാവുകയാണ്. എത്രത്തോളം ഗൗരവമുള്ള വിഷയമായി ഇത് മാറുന്നുണ്ട്? എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കൗമാരത്തിന് സംഭവിക്കുന്നത്? കേരളത്തിൽ ലഹരി എന്ന ആ മഹാവിപത്ത് വലിയ രീതിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ ഈ അടുത്തിടെയുണ്ടായ ലഹരിയും ലഹരിയെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളും ഈ അക്രമ സംഭവങ്ങൾക്കൊക്കെ വഴിമരുന്നിട്ടത് എങ്ങനെയാണ്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി, അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത്? ഇപ്പോ ശ്രീ ജയിക്ക് ഇവിടെ മാർക്കോ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. കേരളത്തിൽ വയലൻസ് ഉള്ള സിനിമകൾ കുറേയധികം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ വയലൻസ് മാത്രമാണ് കേരളത്തിൽ ഈ അക്രമവാസന ഉണർത്താൻ കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ്, എന്താണ്ട് ഉറക്കം വരുന്നു. ഈ കിർമാണി മനോജ് ഒരു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന് അയാളെ പിടികൂടി. എന്നിട്ടും ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ്? അതും CPM ആണ്. എന്നിട്ട് ആ അക്രമത്തെ ഇല്ലെങ്കിൽ ആ കൊലപാതകത്തെ ഇതേവരെ തള്ളി പറയാത്ത CPM ഇതിനകത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ 1-ാം സ്ഥാനത്തല്ലേ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആകാശ് തില്ലങ്കേരി, അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റീൽസ് ആണ്. ജയിക്ക് മാർക്കോ സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൗഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരും ഗുണ്ടകളുടെ റീൽസ് ആണ്. ഇതിനെ അടിച്ചാ മതിയോ? ആശാ തന്നെ പറ. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി, അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയിക്കിപ്പോ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ DYFIക്കാരാണ്. അതെ, ചങ്ക് സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നീ എന്നെ വിരട്ടാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. ഒരു MLA മകനെ ഒരു കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കി. ഒരു MLA മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.